Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ വലിയേട്ടാ എന്തിനാ ഇങ്ങനെ ഈ തണ്ണിമത്തനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇനി ഇതിനെ വെച്ച് പരീക്ഷണം നടത്താൻ പോവാണോ? എന്റെ ചേട്ടാ ഇതൊരു കഴിക്കുന്ന സാധനമല്ലേ? അതെ, ഞാനിത് കഷ്ണമാക്കി മുറിച്ച് എല്ലാവർക്കും കൊടുത്തേക്കാം, എന്നിട്ട് ഞാനും കഴിക്കട്ടെ. അല്ല, ഇതെന്തൊരു അതിശയമാണ് വലിയേട്ടാ. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത് മാജിക് ഒന്നുമല്ല, സയൻസ് ആണ്, സയൻസ്. ഞാനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കഴിച്ചതിന് ശേഷം നമ്മുടെ ഇമാജിനേഷൻ പവർ വർദ്ധിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് വിചാരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് സാധ്യമാകും കൂട്ടുകാരാ. നമ്മളൊന്ന് നോക്കിയാൽ മാത്രം മതി, എല്ലാം തകരും. എന്ത് വേണമെങ്കിലും നമുക്ക് നശിപ്പിക്കാനും പറ്റും. വലിയേട്ടാ, ആ ഗുളിക എനിക്കൊന്ന് പറഞ്ഞതാ. പെട്ടെന്ന് അത് എവിടെ ഉണ്ടെന്നൊന്ന് പറ, ഒന്ന് വേഗം പറ. മോട്ടു ചങ്കെ, ഞാനൊരു ട്രയലിന് വേണ്ടിയാ മരുന്ന് കുടിച്ചത്. ഇനിയും ഒരുപാട് പണി ബാക്കിയുണ്ട്. പക്ഷേ എന്റെ എക്സ്പെരിമെന്റ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഓഹോ, ഒരു പക്ഷെ എനിക്ക് മരുന്ന് കിട്ടുകയാണെങ്കിൽ എന്റെ ലൈഫ് സെറ്റിൽ ആവും. എല്ലാ സ്ഥലവും ഞാൻ കൊള്ളയടിച്ചിട്ട് ഈ ഫുർഫുറി നഗരത്തിലെ ഒരു വലിയ ഡോണാവും. ബോസ്, ഇതെന്തായി കാണിച്ചത്? അത് തുറന്നു നോക്കിയത് പോലും ഇല്ലല്ലോ. നിങ്ങൾ ചോദിച്ച ഉടനെ തരാൻ വേണ്ടി ഇത് കൂൾ ഡ്രിങ്ക്സ് ഒന്നും അല്ലടാ. ഇനി നിങ്ങൾ കണ്ടോ, എന്റെ ശക്തി കൊണ്ട് ഞാൻ ഈ വാൻ ചുറ്റി ചുറ്റി കറക്കാൻ പോവാണ്. ഇനി മുതൽ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ ആയി കഴിഞ്ഞു ഡോൺ. ഇത് പൊങ്ങുന്നില്ലല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കടാ, ഒന്ന് എഴുന്നേൽപ്പിക്കടാ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്ക. ബോസ്, ഇതിൽ എഴുതിയിരിക്കുന്നുണ്ട് ഒരു മരുന്നിന്റെ പേര്. ഇനി നിങ്ങൾ ഡോണിന്റെ ഡ്രസ് ഇങ്ങനെ ഇടും. അബദ്ധം പറ്റി എനിക്ക് ബോട്ടിൽ മാറിപ്പോയെന്നാ തോന്നുന്നത്. ഒറിജിനൽ ബോട്ടിൽ എവിടെയാ ഉള്ളത്? എന്റെ മോട്ടു, എന്താ ഇത്? ഡോക്ടർ ജഡ്കയുടെ മരുന്ന് കുടിച്ച എന്താ സംഭവിക്കുന്നത് നിനക്ക് അറിയില്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് നീ എന്തിനാ മോട്ടു അത് കുടിച്ചത്? എന്റെ പത്തിലു ഒന്നും സംഭവിക്കില്ല. ഞാൻ എന്റെ ഇമാജിനേഷൻ പവർ കൊണ്ട് ബോക്സർ ചേട്ടന്റെ കാർ എങ്ങനെ ആകാശത്തോടെ പറപ്പിക്കുന്നെന്ന് കണ്ടോ നീ? ഇതെന്തായി കാണിക്കുന്നേ? എന്നെ താഴെ ഇറക്ക്, എന്നെ താഴെ ഇറക്കാൻ. എന്റെ മോട്ടു, കാറ് താഴെ ഇറക്ക്. ബോക്സർ ആ കാറിൽ ഇരിക്കുന്നുണ്ട്. സോറി ബോക്സർ ചേട്ടാ, വെരി സോറി. ഞാൻ ഇപ്പൊ ഇറക്കി തരാം. ഇതെന്ത് പണിയാ കാണിച്ച മോട്ടു? ആകാശത്തേക്ക് എന്റെ കാറിന് ഉയർത്തി. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? ഞാൻ താഴെ ഇറങ്ങിയാലോട്ടല്ലോ നിന്നെ ശരിയാക്കി തരുന്നുണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം താഴേക്ക് വന്നോട്ടെ, അന്ന് നിന്റെ അവസാനമാ. പത്തിലു, ഈ മരുന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഈ മരുന്ന് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പേരെ സഹായിക്കുന്നതായിരിക്കും. മോട്ടു, ഒരുപാട് പേരെ സഹായിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. വേഗം പോയി ഡോക്ടർ ജഡ്കയുടെ ആന്റിഡോട്ട് കഴിക്കാൻ നോക്ക്, എന്നിട്ട് നോർമൽ ആക്. അല്ലെങ്കിൽ നീ വാങ്ങിക്കൂട്ടുന്ന അടിക്ക് കണക്കുണ്ടാവില്ല. ഇല്ല ഇല്ല, ലോകത്തിലുള്ള ജനങ്ങൾക്ക് പലതരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ എനിക്ക് കിട്ടിയ എന്റെ ഈ പവർ കൊണ്ട് അവരെ എല്ലാം സഹായിക്കാൻ പോകുന്നതായിരിക്കും. നോക്കു ഭായ്, എഞ്ചിൻ സ്റ്റാർട്ട് ആവണില്ല. മുന്നോട്ട് ഇനി ഇറക്കുക. അതുകൊണ്ട് ഞാൻ ട്രക്ക് ഇങ്ങനെ ന്യൂട്രലിൽ തന്നെ അങ്ങ് പോവാന്നാ വിചാരിക്കണേ. അല്ല, ആരെങ്കിലും ഉണ്ടോ? ഒന്ന് രക്ഷിക്കണേ, ഈ വണ്ടി ഒന്ന് നിർത്തുവോ? അതെ, ഈ ട്രക്കിനെ ഇങ്ങനെ നിർത്തി കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ പുറകോട്ട് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് താഴോട്ട് നിർത്ത്. ഇതിന്റെ ബ്രേക്ക് ആണ് പോയി കിടക്കുക. ഒന്ന് ആഞ്ഞു പിടിച്ചോണേ.
എന്റെ പത്തിലു കണ്ടില്ലേ നീ? ആ മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ട്രക്കിനെ മുകളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവനെ സഹായിക്കാൻ പോവാണ്. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കുന്ന ലക്ഷണമൊന്നും ഇല്ല. അതുകൊണ്ട് നീ എന്താ തോന്നുന്ന വെച്ചാ ചെയ്യേ. അതേ, ട്രക്ക് തള്ളുന്ന സഹോദര, ഞാൻ വീണ്ടും നിങ്ങളെ സഹായിക്കാൻ പോവാ. ഇത് കണ്ടോളൂ. അയ്യോ, ഇതെന്താ ചെയ്തേ? ഞങ്ങൾക്ക് താഴോട്ട് വരേണ്ടതായിരുന്നു. ഞങ്ങളുടെ കഷ്ടപ്പാട് മുഴുവൻ കുളമാക്കിയില്ലേ? വണ്ടി നിർത്ത്. നിർത്ത്. അല്ല, ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. ഓടിക്കോ. അല്ല, അടിക്കലേ. നിർത്ത്. ഇപ്പൊ ഇവര് കാരണമാണ് ട്രക്ക് സ്റ്റാർട്ടായത്. ഞാൻ എത്ര നേരമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. അത് പക്ഷെ നടക്കണില്ലായിരുന്നല്ലോ. എപ്പോഴും തള്ളി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തോണ്ടിരുന്നത്. സോറി മാഷുമാരെ, ഞങ്ങളെ അങ്ങോട്ട് ക്ഷമിച്ചേക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വളരെ നന്ദിയുണ്ട്. ബോസ്, നിങ്ങൾ ആ കട്ടെടുക്കാൻ ഉദ്ദേശിച്ച മരുന്നില്ലേ, അത് മോട്ടു കുടിച്ചു. അവൻ അതിന്റെ ഗുണവും ഉണ്ടായിട്ടുണ്ട്. എന്ത് ഗുണം കിട്ടിയതോ? അതിന് ഞാൻ അവന്മാരെ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇതാ നോക്ക്, ആ പ്ലെയിൻ പോകുന്നത് കണ്ട. എന്റെ അമ്മോ, അടിക്കാൻ പോലും പറ്റുന്നില്ല. ഹലോ ബോട്ട്, ആകാശത്തേക്ക് നോക്കൊരു പ്ലെയിൻ പോകുന്നത് കണ്ടോ? അതിനകത്ത് ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. ബോട്ട്, നിങ്ങളാരാണ് സംസാരിക്കുന്നത്? ഞാൻ ആ പ്ലെയിൻ ഓടിച്ചോണ്ടിരിക്കുന്ന പൈലറ്റാ സംസാരിക്കുന്നത്. നിനക്ക് ഇമാജിനേഷൻ പവർ ഇല്ലേ? അതുകൊണ്ട് ആ പ്ലെയിൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യ് പ്ലീസ്. എത്രയോ പേരുടെ ജീവനാണ് അപകടത്തിലുള്ളത്. അതെ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന്. നിങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഞാനാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഫ്ലൈറ്റ് പുറത്തേക്ക് കൊണ്ടുവന്നത്. പറഞ്ഞോളൂ, എവിടെയാണ് ബോംബുള്ളത്? എന്താ പറഞ്ഞാ നിങ്ങളുടെ പവർ കൊണ്ടാ. താങ്കൾക്കറിയോ, അകത്ത് പ്രൈം മിനിസ്റ്റർ ആണ് ഇരിക്കണത്. അദ്ദേഹത്തിന് 10 മിനിറ്റ് കൊണ്ട് ക്യാപിറ്റൽ എത്തേണ്ടതായിരുന്നു ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിന് വേണ്ടിന്. എന്റെ ജോലിയാണ് നിങ്ങൾ കളഞ്ഞത്. പക്ഷെ നിങ്ങളല്ലല്ലോ ഫ്ലൈറ്റിൽ ബോംബുണ്ടെന്നുള്ള കാര്യം എന്നെ വിളിച്ചറിയിച്ചത്. എന്താ പറഞ്ഞ? The name is Chingam. ഇൻസ്പെക്ടർ ചിങ്കം. മോട്ടു, അധികാരമില്ലാതെ പ്ലെയിൻ എടുത്തതിന് നിനക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. ഇവിടെ ഒരു ടൈം ബോംബ് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് സെക്കൻഡേ ബാക്കിയുള്ളൂ. എന്റെ അമ്മോ, എല്ലാരും ഇവിടുന്ന് പോയിക്കോളൂ. ഞാൻ ഇപ്പൊ തന്നെ ബോംബ് ഡെഫ്യൂസ് ചെയ്തിട്ട് വരാം. ഐ എം ട്രെയിൻഡ് ഇൻ ബോംബ് ഹാൻഡ്ലിംഗ്. ഇത് എങ്ങനെയാ? അല്ല പിന്നെ, ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ ഇരിക്കേ. ബോംബ് പൊട്ടി തെറിച്ചല്ലോ സർ. സിമ്പിൾ. ഓ, താങ്ക് യു മോട്ടു പത്ലു. ഞങ്ങൾ എല്ലാവരുടെയും ജീവൻ രക്ഷപ്പെടുത്തിയതിന്. എവിടെ ചെന്നാലും എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണല്ലോ. ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ ഈ അവസ്ഥയോ? മോട്ടു, എത്രയും പെട്ടെന്ന് റെയിൽവേ ട്രാക്കിലേക്ക് പോ. അവിടെ പാളം പൊട്ടിയിരിക്കുക. ട്രെയിൻ ആണെങ്കിൽ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുക. പത്തിനു വേഗം വരൂ. റെയിലിന്റെ പാളത്തിന് കേടുപാട് പറ്റിയത്രേ. അതെ, ഒന്ന് വഴിയിൽ നിന്ന് മാറി നിൽക്കുക. വണ്ടി വരുന്ന ആണല്ലേ, മാറി നിൽക്കുക. മോട്ടു സൈഡിലേക്ക് മാറ്. ട്രെയിൻ ഇതേ അടുത്തെത്തി കഴിഞ്ഞു. മോട്ടു മാറ്. മോട്ടു ഓട്. ഇല്ല പത്തിലു, ഞാൻ ഇവിടുന്ന് ഓടില്ല. ഇത്രയും പേരുടെ ജീവൻ എന്ന് വരുമ്പോ എന്റെ ഈ ഒരു ജീവനെന്ന് ഒന്നുമല്ല പത്തിലു. ഒന്ന് മാറി നിൽക്കാൻ. അല്ല, ഈ ട്രെയിൻ എങ്ങനെയാണ് നിന്നത്? ഞാനാണ് എന്റെ പവർ കൊണ്ട് നിർത്തിയത്. നിങ്ങളുടെ ഈ ട്രാക്കിന് കേടുപാട് പറ്റിയിട്ടുണ്ട്. അറിയോ, സ്റ്റേഷൻ മാസ്റ്ററാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. നിന്റെ അടുത്ത് ഫോൺ വന്നെന്താ? അപ്പൊ എന്റെ അടുത്ത് വന്നതെന്താ? അതാദ്യം പറ. ആദ്യം എന്തെങ്കിലും അലേർട്ട് ഉണ്ട്, അത് എന്റെ അടുത്ത് മാത്രമേ വരുള്ളൂ. ആവശ്യമില്ലാണ്ട് ട്രെയിൻ ലേറ്റ് ആക്കുകയും ചെയ്ത്.
മോട്ടു ചങ്ക് ബ്രോ ഇതാ ഈ ആന്റിഡോട്ട് കുടിച്ച് പെട്ടെന്ന് ശരിയാകാൻ വേണ്ടി നോക്ക്. അടുത്തല്ല പെട്ടെന്ന് മോട്ടിനത് കുടിക്കാൻ കൊടുക്കോ. രാവിലെ തൊട്ട് ട്രെയിനും പ്ലെയിനൊക്കെ നിർത്താൻ നോക്കുകയാണ്. ഇനിയിപ്പോ വല്ല സ്പേസ് ഷിപ്പ് നിർത്താൻ ശ്രമിക്കണ്ട. മോട്ടു പത്ലു, നിങ്ങൾ ട്രെയിൻ നിർത്തിയത് വളരെ നന്നായി. ഇപ്പൊ തന്നെ എനിക്ക് റെയിൽവേ പോലീസിന്റെ ഫോൺ വന്നിരുന്നു. ഈ പോകുന്ന ട്രാക്ക് ശരിക്കും പൊട്ടിയിരിക്കുകയാണ്. പത്തിലു വേഗം എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എല്ലാവരും ഡോക്ടർ ജഡ്കയുടെ ഫ്ലൈയിങ് കാറിൽ ഇരിക്കെ വേഗം. അല്ല നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഇവിടെ നിന്ന് തമാശ കാണിക്കല്ലേ? എന്തേ? മൈ നെയിം ഈസ് ഇൻസ്പെക്ടർ ചിങ്കം. എന്നാ പിടിച്ചോ, സ്റ്റേഷൻ മാസ്റ്റർക്ക് നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. ഡ്രൈവർ വേഗം ട്രെയിൻ നിർത്തിക്കോ, ട്രാക്ക് പൊട്ടിക്കിടക്കുവാ. ഓക്കെ സാർ, സോറി എനിക്ക് ട്രെയിനിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കട്ടെ. ഞാൻ മാറി നിൽക്കേ. താങ്ക് യു മോട്ടു പത്ലു. ഒരു പക്ഷെ നിങ്ങൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ എത്ര ജീവനുകൾ ഇവിടെ ചത്തൊടുങ്ങിയാരെ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. അല്ല താങ്ക് യു ഒക്കെ എന്തിനാ? ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ ഡോക്ടർ ജഡ്ക. ഇതിനുശേഷം എനിക്ക് ഒരു ഗുളികയുടെയും പവർ വേണ്ട കേട്ടോ. ഓയ് മോട്ടു എന്റെ ചങ്ക് എന്റെ ബ്രോ, നീ മരുന്ന് കുടിച്ചില്ലെങ്കിലും എപ്പോഴും പവർഫുൾ തന്നെയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.